മടി, പിന്നെ എന്താ പറയുക, ഡൗൺ ആവുക, സങ്കടമാവുക, അതെല്ലാം. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, സ്റ്റാറ്റസ് വെക്കുന്ന സമയത്ത് എല്ലാവരും, ചില ആൾക്കാരിങ്ങനെ മെസ്സേജ് അയക്കും, കണ്ണ് കൊള്ളണ്ട ചെപ്പു, കണ്ണ് കൊള്ളണ്ട. ചെറുത് മുതലേ കേൾക്കുന്ന എന്തെങ്കിലും ഇടുന്ന സമയത്ത് കണ്ണ് കൊള്ളണ്ട, കണ്ണ് കൊള്ളണ്ട. ഈവൻ ഞാൻ തന്നെ, എനിക്ക് തന്നെ ഒരു ഇതായിപ്പോയത് എന്ന് വെച്ചാൽ, എന്തെങ്കിലും ഇടുന്ന സമയത്ത് കണ്ണ് കൊള്ളണ്ട, കണ്ണ് കൊള്ളണ്ട, കണ്ണ് കൊള്ളണ്ട. കണ്ണ് കൊള്ളുക എന്നുള്ളത് ഓക്കെ, അത് ഒരു ഭാഗത്തുണ്ട്, അതിന് പവറുണ്ട്. പിന്നെ ഖുറാനിൽ പോലും പറഞ്ഞിട്ടുണ്ട് കണ്ണിന് അത്രത്തോളം പവറുണ്ട്. അതിലും ഞാൻ വിശ്വസിക്കുന്നത്, കണ്ണേറൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു ഭാഗത്തുണ്ടെങ്കിലും അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് അറിയില്ല. മീൻസ് നമുക്കൊരു കാണാത്തൊരു സംഭവം അങ്ങനെയല്ല. എൻ്റെ ഉമ്മയെല്ലാം ഭയങ്കര പേടിയാണ് കണ്ണ് കൊള്ളുന്നതിന്. ഇനി എന്തിനാ എല്ലാം ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് എന്നല്ല പറയും. ചില ആൾക്കാർ ഭയങ്കരമായിട്ടാണ് വിശ്വസിക്കുന്നത്, കണ്ണുകൊള്ളു ഉണ്ട് ഓക്കെ. പക്ഷെ വേറൊരു കേസിൽ ആലോചിച്ച് നോക്കിയാൽ എന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കിപ്പോൾ ഈ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ വേ ഓഫ് ഇതാണ്, എന്താ പറയുക, അഡ്വർടൈസ്മെൻ്റ് ആണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമാണിത്. പിന്നെ ഇത് ചെയ്യുന്നതിലൂടെ എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. എന്താ പറയുക, ഇങ്ങനെ വീഡിയോസ് ഇടുക, പിന്നെ അതിൽ 2-3 ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ചെയ്യുക. ചില ആൾക്കാർ പ്രൈവറ്റായിട്ട് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ലെറ്റ് ദം ഡു, ഓക്കെ. അത് അവരുടെ ഇഷ്ടം. ഇതെൻ്റെ ഇഷ്ടമാണ്, ഓക്കെ. എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ്. മീൻസ് ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ട് പ്രവർത്തിക്കാനും, ആൾക്കാർ പിന്നെ എന്താ പറയുക, മെസ്സേജ് അയക്കുന്നതും, പിന്നെ എനിക്കിങ്ങനെ എല്ലാവരും ഇങ്ങനെ അടുത്ത് പോകണം, എപ്പോൾ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് എടുക്കാൻ ഇഷ്ടം. പിന്നെ അപ്പോൾ ഇങ്ങനെ ചെറുത് മുതൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് കണ്ണു കൊള്ളുന്ന പേടിച്ചിട്ടൊന്നും പോസ്റ്റ് ചെയ്യില്ല, ഒന്നും ചെയ്യൂല. അങ്ങനെ പേടിച്ച് ഇങ്ങനെ വരെ എത്തി. പക്ഷെ ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് വിചാരിക്കുന്നത്, മതി, കണ്ണ് കൊള്ളട്ടെ, കണ്ണ് കൊള്ളട്ടെ. അത് ചെയ്യുന്നത് നമ്മളല്ലല്ലോ, തെറ്റ് ചെയ്യുന്നത് അവരല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മളെന്തിനാ അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം? അങ്ങനെ ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി. കൊള്ളുന്നുണ്ടേ കൊള്ളട്ടെ, അതിനുള്ള പ്രിക്കോഷൻസ് നമുക്കിപ്പോൾ ഖുറാനിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. കണ്ണ് കൊള്ളുന്നതിനുള്ള ദുആസ് അതൊക്കെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും ചെയ്യാതിരിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മീൻസ് പോസ്റ്റ് ചെയ്യുക, സ്റ്റാറ്റസ് ചെയ്യുക, പിന്നെ ഈ കണ്ണേറിനെ ഭയന്നുകൊണ്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാണ്ടിരിക്കരുത് എന്നാണ്. കാരണം നമുക്കിതെല്ലാം ഒരു എന്താ പറയുക, സെൽഫ് ഒരു മോട്ടിവേഷനാണ്. മീൻസ് നമ്മളെ 4 ആൾക്കാർ അറിയുക, അതൊക്കെ ഒരു എന്താ പറയുക, അതിൽ കുറേ സംഭവങ്ങളുണ്ട്. നമ്മളെ കുറച്ച് ആൾക്കാരെ നമ്മളെ ടാലൻസ്, ആർട്ട്, അതെല്ലാം നമ്മളെ കുറച്ച് ആൾക്കാരിലേക്ക് എത്തുക. ഡു വാട്ട് എവർ മേക്സ് യു ഹാപ്പി. ഫസ്റ്റ് നമ്മളാണ് ഹാപ്പി ആവേണ്ടത്, ഓക്കെ. നമുക്ക് ഇതിൽ കുഞ്ഞു സംഭവങ്ങളിൽ ഹാപ്പിനെസ്